കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങിയെത്തിയ പ്രവാസികൾക്കുള്ള പുനരധിവാസ പദ്ധതിയാണ് പ്രവാസി ഭദ്രതാ പദ്ധതി. ഇത് പ്രകാരം 17,262 സംരംഭങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി ആരംഭിച്ചത്. ഇതിനായി നീക്കിവെച്ച മുഴുവൻ തുകയും 50 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ബിസിനസ് ഫെസിലിറ്റേഷൻ സെൻറ്റർ നൽകുന്ന സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി 136 സംരംഭങ്ങൾ ഇതിനകം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ സ്കിൽ അപ്ഗ്രഡേഷൻ ആൻഡ് റീഇൻ്റഗ്രേഷൻ പ്രോഗ്രാം കൂടി ഈ കാലയളവിൽ മികച്ച പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. മടങ്ങി വന്ന 24,676 പ്രവാസികൾക്ക് സാന്ത്വന എന്ന ദുരിതാശ്വാസ നിധിയിലൂടെ 151,35,00,000 രൂപ ലഭ്യമാക്കിയിട്ടുണ്ട്. കോവിഡ് ഘട്ടത്തിൽ 4,442 പേർക്കാണ് ഇതിലൂടെ സഹായം ലഭിച്ചത്. എമർജൻസി ആംബുലൻസ് സർവീസ്, എമർജൻസി റിപ്പാട്രിയേഷൻ ഫണ്ട് എന്നിവയൊക്കെ മഹാമാരിക്കാലത്തുൾപ്പെടെ പ്രവാസികൾക്ക് കൈത്താങ്ങായി. ഇത്തരത്തിൽ പ്രവാസികൾക്ക് ഗുണകരമാകുന്ന മികച്ച പുനരധിവാസ പദ്ധതികൾക്കാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ രൂപം നൽകിയിട്ടുള്ളത്. പ്രവാസി സഹോദരങ്ങളുടെ 3 ലക്ഷം കോളുകളാണ് ഇതുവരെ ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്ററിലൂടെ കൈകാര്യം ചെയ്തത്. പ്രവാസി നിയമസഹായ സെല്ലിലൂടെ 10 ലീഗൽ കൺസൾട്ടൻ്റുമാർ സൗജന്യമായി നിയമസഹായം ലഭ്യമാക്കുന്നുണ്ട്. ഈ സേവനം ഇതുവരെ 600 പ്രവാസികൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. 49,200 പ്രവാസികൾ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസിയിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. നോർക്ക ID കാർഡുള്ള 7 ലക്ഷം പ്രവാസികൾക്ക് മാൻഡറ്ററി ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹാമാരിക്കാലത്ത് പോലും പുതിയ തൊഴിലിടങ്ങൾ കണ്ടെത്തുന്നതിൽ നാം വിജയിച്ചു. ജർമ്മനി, UK, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി കരാറുകളിൽ ഏർപ്പെടാനും നമുക്ക് കഴിഞ്ഞു. തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഒഡേപെക് വഴി കഴിഞ്ഞ 7 വർഷത്തിനിടെ വിദേശ ജോലി ലഭിച്ചത് 2,906 പേർക്കാണ്. കോവിഡ് പ്രതിസന്ധി നിലനിന്നിരുന്ന 2020 മുതൽ 2022 വരെയുള്ള ഘട്ടത്തിൽ 1,100ഓളം പേർക്ക് വിദേശത്ത് ജോലി ലഭ്യമാക്കാനായി. അബുദാബിയിൽ സംഘടിപ്പിച്ച വേൾഡ് സ്കിൽ കോമ്പറ്റീഷനിൽ സർക്കാർ പങ്കെടുക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി കേരളത്തിൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് കമ്പനികളെ ക്ഷണിക്കാൻ സാധിച്ചു. കേരളത്തിലെ നഴ്സുമാർക്ക് UAE-യിൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിനും ആ വിദേശയാത്ര ഫലം കണ്ടിട്ടുണ്ട്. ജർമ്മനിയുമായി നടത്തിയ ചർച്ചയുടെ ഫലമായി നോർക്കയുമായി സഹകരിച്ച് നഴ്സുമാർക്ക് ജർമ്മനിയിൽ തൊഴിലവസരം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിദഗ്ധ തൊഴിലാളികൾക്ക് ജപ്പാനിൽ പ്രത്യേക സ്റ്റാറ്റസ് ഓഫ് റെസിഡൻസ് ഒരുക്കുന്ന സ്പെസിഫൈഡ് സ്കിൽ വർക്കേഴ്സ് പ്രോഗ്രാമിൽ നോർക്ക റൂട്ട്സിനെ കേരളത്തിൽ നിന്നുള്ള നോഡൽ ഏജൻസിയായി
വിദേശകാര്യ മന്ത്രാലയം തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. UK സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് UK നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ അനുബന്ധ സ്ഥാപനമായ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംഗ്ലണ്ടുമായി കരാർ ഒപ്പിടാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ചിത്തിര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിനെ ബർമിംഗ്ഹാം സർവകലാശാലയുടെ ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതിന് ധാരണയായിട്ടുണ്ട്. ഗവേഷണത്തിൽ ഏർപ്പെടുന്നതിനും ഫ്യൂച്ചർ മൊബിലിറ്റിക്കുമുള്ള മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിനും പ്രാരംഭ നടപടികളും ആയിട്ടുണ്ട്. പ്രവാസി വെൽഫെയർ ബോർഡിൽ 8.5 ലക്ഷം പേരാണ് അംഗത്വമെടുത്തിട്ടുള്ളത്. മടങ്ങി വന്ന 40,000 പ്രവാസികൾക്ക് 2,000 രൂപ വീതം ഓരോ മാസവും പെൻഷൻ ലഭ്യമാക്കുന്നുണ്ട്. 2017 മുതൽ 2023 ജൂൺ വരെ 33,45,00,000 രൂപയാണ് പെൻഷനായി ബോർഡിലൂടെ വിതരണം ചെയ്തത്. പ്രവാസി ഡിവിഡൻഡ് സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് 3 വർഷത്തിന് ശേഷം ഓരോ മാസവും ഡിവിഡൻഡ് ലഭിക്കും. ഇതുവരെ 320 കോടി രൂപയാണ് ഈ സ്കീമിലൂടെ സമാഹരിക്കാനായത്. 2016 25 കോടി രൂപയായിരുന്നു നോർക്കയുടെ ബജറ്റ് വിഹിതം. എന്നാൽ 2023-24 136 കോടിയായി ആ ബജറ്റ് വിഹിതം ഉയർന്നിട്ടുണ്ട്. പ്രവാസികളെ ഇത്തരത്തിൽ കരുതുമ്പോൾ തന്നെ അവരുടെ കഴിവുകളെയും ശേഷികളെയും സംസ്ഥാനത്തിൻ്റെ പൊതുവായ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി ഉപയോഗിക്കുക, ഈ ഒരു കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതിൻ്റെ സാധ്യതകൾ നല്ല രീതിയിൽ ആരായാൻ ഈ മൈഗ്രേഷൻ കോൺക്ലേവ് സഹായകമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.